إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് പരമാവധി അവ നടപ്പിലാക്കാൻ പരിശ്രമിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അവതീർണമായ പരിശുദ്ധ റമദാനിൻ്റെ ആദ്യ പകുതി നമ്മൾ പിന്നിടുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാം രക്ഷാകവചമായി അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം കൂടിയാണ് റമദാൻ. ആ ഖുർആനുമായി നമുക്കുള്ള ബന്ധം ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നല്ലതാണെന്ന് തോന്നുകയാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ സന്മാർഗത്തിന് വേണ്ടി, നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടി അള്ളാഹു ഇറക്കിത്തന്ന മഹത്തായ ഒരു വേദപുസ്തകമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന ഒരനുഗ്രഹവും നേടാൻ കഴിയാത്തവരായി നമ്മൾ മാറാൻ പാടില്ല. ഖുർആൻ എന്തൊക്കെ അനുഗ്രഹങ്ങൾ മാനവരാശിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതെല്ലാം നേടിയെടുക്കുന്നവരാകണം ഖുർആനിൻ്റെ അനുയായികളായ വിശ്വാസികൾ എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിൻ്റെ മഹത്വം ഒന്നാമതായി നമ്മൾ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ അല്ലാഹു പറഞ്ഞു തുടങ്ങുന്നത് യാ അയ്യുഹന്നാസു ഖദ് ജാഅക്കും ബുർഹാനും മിർ റബ്ബിക്കും വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീനാ എന്നാണ്. അല്ലയോ മനുഷ്യ സമൂഹമേ, യാ അയ്യുഹന്നാസ്, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അരികിൽ നിന്നുള്ളൊരു ബുർഹാൻ, ന്യായപ്രമാണം നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് നൂറൻ മുബീന, സുവ്യക്തമായൊരു പ്രകാശം നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഇരുട്ടിൽ തപ്പേണ്ട ഒരു ഗതികേടും ഉണ്ടാവുകയില്ല. ഏതേതൊക്കെ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിലാണോ നമുക്ക് മാർഗദർശനം ആവശ്യമുള്ളത്, ആ സന്ദർഭത്തിലെല്ലാം നമ്മുടെ വഴികാട്ടിയായി, നമ്മുടെ റുഷ്ദായി, നമ്മുടെ ഹുദയായി, നമ്മുടെ ബുർഹാനായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. അങ്ങനെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥം യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ,
നിങ്ങളുടെ റബ്ബിൻ്റെ അരികിൽ നിന്നുള്ള സാരോപദേശമിതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ള രോഗശമനവും നിങ്ങളുടെ മനസ്സകങ്ങൾക്കുള്ള രോഗശമനവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ മുഖേന നൽകിയിരിക്കുന്നു എന്നതാണ്. നമ്മെ ഏറ്റവും നേരായ വഴിയിലേക്ക് വഴി നടത്തുന്ന നമ്മുടെ വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹി അഖ്വം. ഏറ്റവും നേരായ ചൊവ്വായ വഴിയിലേക്ക് നമ്മളെ വഴി കാണിക്കുന്ന, വഴി നടത്തുന്ന ദിവ്യഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. ഈ മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കുക. വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മൊത്തത്തിൽ എല്ലാ മനുഷ്യർക്കുമുള്ള ഉപകാരങ്ങൾ പറഞ്ഞതിന് ശേഷം വിശ്വാസികൾക്ക് മാത്രം കിട്ടുന്ന, അതിനെല്ലാം പുറമെ അള്ളാഹു നൽകുന്നതാണ് വഹുദൻ വബുശ്റാ. അതവർക്ക് സന്തോഷവാർത്തയാകുന്നു, അവർക്ക് സന്മാർഗദർശനമാകുന്നു. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം പെയ്തിറങ്ങുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ എന്നൊക്കെയാണ് ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ ഖുർആൻ അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സർവോപരി അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്ത് കൂടിയാണിത്, ദിവ്യാത്ഭുതമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയ മുർസലുകളെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാത് സമൂഹങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ നബിയാണ്, പ്രവാചകനാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് മുഅ്ജിസത്തുകൾ, ദിവ്യാത്ഭുതങ്ങൾ, മിറാക്കിൾസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും നൽകിയ മുഅ്ജിസത്തുകളെ കുറിച്ച് ഖുർആൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമുക്കറിയാം, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന 2 പ്രവാചകന്മാരെ പ്രത്യേകിച്ചും എടുത്തു പറയുന്നുണ്ട്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ, അദ്ദേഹം 10 വർഷത്തോളം കൊണ്ടു നടന്ന് തൻ്റെ തൊഴിലിൽ, ആടുമേക്കലിൽ അദ്ദേഹം വ്യാപൃതനായ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന ഒരു വടി, ആ വടിയെയാണ് അള്ളാഹു മുഅ്ജിസത്തായി നൽകിയിട്ടുള്ളത്. ആ വടി ഇട്ടാൽ അള്ളാഹു ഉദ്ദേശിച്ച എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കുന്ന രീതിയിൽ അത്ഭുതങ്ങൾ ആ വടി കൊണ്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു. അതേപോലെ തന്നെ അതിനുശേഷം വന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സൂറ ആലി ഇംറാനിലെ 49-ാമത്തെ സൂക്തത്തിൽ വിശദമായി ആ കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി, എന്നിട്ട് അതിൽ ഊതി, ഫഅൻഫഖു ഫീഹി ഫയകൂനു തയ്റൻ ബിഇദ്നില്ലാ. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പക്ഷിയുടെ രൂപത്തിൽ ഊതിയപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അതൊരു പക്ഷിയായി മാറി. മാത്രമല്ല വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹീൽ മൗതാ ബിഇദ്നില്ലാ. അദ്ദേഹം അന്ധതയെയും പാണ്ഡുരോഗത്തെയും ഒക്കെ സുഖപ്പെടുത്തി. മാത്രവുമല്ല, മരിച്ച ആളുകളെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ജീവിപ്പിച്ചു. ഇതേപോലെയുള്ള ദിവ്യാത്ഭുതങ്ങളാണ് ആ പ്രവാചകന്മാരൊക്കെ കാണിച്ചത് എങ്കിൽ നോക്കൂ നിങ്ങൾ, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഒരു മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഖുർആനും മറ്റ് മുഅ്ജിസത്തുകളും തമ്മിലുള്ള വ്യത്യാസം, ആ പ്രവാചകന്മാരൊക്കെ മരിച്ചതോടുകൂടി ആ മുഅ്ജിസത്തുകളുടെ, ദിവ്യാത്ഭുതങ്ങളുടെ ശക്തിയില്ലാതായി, അതോടുകൂടി അതും അസ്തമിച്ചു പോയി. എന്നാൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയിട്ടും പ്രവാചകന് അള്ളാഹു നൽകിയ ഈ ദിവ്യാത്ഭുതം, മുഅ്ജിസത്ത് ഒരിക്കലും നശിക്കാതെ അത് ലോകാവസാനം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തന്നെ അതിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയമായും നാം ആകുന്നു ഈ ഉത്ബോധന ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ ആയത്തുകളും അത് ഒരിക്കലും നഷ്ടപ്പെടാതെ
ലോകാവസാനം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. ഖുർആനിൻ്റെ അവതരണ മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ പ്രവാചക ജീവിതത്തിലെ 23 വർഷ കാലഘട്ടത്തിനുള്ളിലാണ് ഖുർആനിൻ്റെ ആയത്തുകൾ അവതരിച്ചു തീർത്തിട്ടുള്ളത്. പല സന്ദർഭങ്ങളായി, അവസരങ്ങളിലായി, പ്രവാചകന്റെ യാത്രാവേളകളിൽ, പ്രവാചകൻ നാട്ടിൽ നിൽക്കുമ്പോഴുള്ള സന്ദർഭത്തിൽ, പ്രവാചകൻ നിർഭയത്വത്തോടുകൂടി താമസിച്ച സന്ദർഭങ്ങളിൽ, പ്രവാചകന്റെ യുദ്ധ സന്ദർഭങ്ങളിൽ, പല പല ഘട്ടങ്ങളിലായി സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി, അവരുടെ സന്ദേഹങ്ങൾക്ക്, സംശയങ്ങൾക്ക് നിവാരണമായി, അങ്ങനെ മുഴുവൻ ജീവിതത്തിൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമായി 23 വർഷ കാലഘട്ടത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി കൊണ്ടാണ് അവതരിച്ചത്. അത് ആദ്യമായി അവതരണം നടന്നത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് സമാഉദ്ദുനിയയിലെ ബൈത്തുൽ ഇസ്സയിലേക്കുള്ള ഖുർആനിൻ്റെ അവതരണം നടന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. അത് നടന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ, അനുഗ്രഹീത രാത്രി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നു, അനുഗ്രഹീതമായൊരു രാവിലാകുന്നു നാം അതിൻ്റെ അവതരണാരംഭം ആരംഭിച്ചിട്ടുള്ളത് എന്നത്. അതേപോലെ തന്നെ ആ രാത്രിയെ പ്രത്യേകമായി ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാവിലാണ് നാം അത് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയുണ്ടായി. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, നമ്മുടെ കയ്യിലുള്ള ഈ ഖുർആൻ ലോകാവസാനം വരെയുള്ള ജനതക്കും നമുക്കും ഒരു അത്യത്ഭുതകരമായ മുഇസ്സത്തായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയാണ്? ഖുർആനിൻ്റെ ആയത്തുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും വേണ്ടിയാണ്. ഖുർആനിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് ഖുർആനിൽ പലയിടങ്ങളിലായി സംസാരിച്ചിട്ടുണ്ട്. സൂറ അൻ-നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 82-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ഗഹനമായി ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഈ ഗ്രന്ഥമെങ്ങാനും അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ളതായിരുന്നില്ല എങ്കിൽ ധാരാളം ഇഖ്തിലാഫുകൾ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കാണാമായിരുന്നു. കാരണം ഇത് അവതരിച്ച് തീർത്തിട്ടുള്ളത്, ഇതിൻ്റെ ക്രോഡീകരണം, അതിൻ്റെ സമാപനം 23 വർഷ കാലഘട്ടത്തിനുള്ളിലാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ അപ്പപ്പോഴായി അവതരിച്ച ഈ വേദഗ്രന്ഥത്തിൽ ഒരിക്കലും ഒരു അബദ്ധമോ ഒരു വൈരുദ്ധ്യമോ ഇത് പാരായണം ചെയ്യുന്ന, ഇത് റിസർച്ച് നടത്തുന്ന, ഇത് പഠനവിധേയമാക്കുന്ന ഒരാൾക്കും തന്നെ കണ്ടെത്താനായില്ല. കാരണം ഇത് ദൈവികമായ ഗ്രന്ഥമാണ്, അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായതാണ് എന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്നതിന് ഒരു തെളിവ്, മറ്റൊരു തെളിവ് എന്താണെന്നോ, ഖുർആൻ ഇന്നും നിലനിൽക്കുന്ന വെല്ലുവിളിയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 14 നൂറ്റാണ്ട് പഴക്കമുള്ള ഖുർആനിൻ്റെ ഒരു വെല്ലുവിളി ഇന്നും ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സ്വാദിഖീൻ. ഇത് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥം, തൻ്റെ ദാസൻ, തൻ്റെ പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥത്തിൽ ആർക്കെങ്കിലും വല്ല സന്ദേഹവുമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ, നിങ്ങൾ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി, ഇതിന് സമാനമായ ഒരു സൂറ നിങ്ങൾ കൊണ്ടുവരൂ, ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് ഖുർആനിൻ്റെ വെല്ലുവിളി. വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെയുള്ള എല്ലാ സഹായികളെയും, ശുഹദാഅക്കും അഅ്വാനക്കും അൻസാറക്കും, ആരൊക്കെ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുമോ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് ഈ ഖുർആനിൻ്റെ സൂറത്തിന് സമാനമായൊരു സൂറത്ത്, ഖുർആനിൽ വലുതും ചെറുതുമായ 114 സൂറകളുണ്ട്. അതിലേറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറയാണ്. ആ സൂറത്തുൽ ബഖറയിലെ 286 ആയത്തുണ്ട്. അങ്ങനെയുള്ളൊരു സൂറത്തൊന്നും കൊണ്ടുവരണ്ട. ഏറ്റവും ചെറിയ സൂറത്ത് എടുക്കുകയാണെങ്കിൽ അത് സൂറത്തുൽ കൗസറാണ്. ആകെ 3 ആയത്തേ ആ സൂറയിലുള്ളൂ.
ആ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ 3 സൂക്തങ്ങൾ അടങ്ങിയ ഒരു അധ്യായം, ഈ അധ്യായത്തിന് സമാനമായതൊന്ന് കൊണ്ടുവരൂ എന്നാണ് ഖുർആൻ വെല്ലുവിളിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഏത് കാലത്താ വെല്ലുവിളിക്കുന്നത്? ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അറബി ഭാഷ ഏറ്റവും പുഷ്കലമായിരുന്ന അറബി സാഹിത്യ സാമ്രാട്ടുകൾ വലിയ വലിയ കാവ്യങ്ങളെല്ലാം എഴുതിക്കൊണ്ട് കഅബയുടെ കില്ലകളിൽ കെട്ടിത്തൂക്കിയിരുന്ന ഒരു കാലഘട്ടത്തിന് അതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള സാഹിത്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വെല്ലുവിളി. കാരണം ഒന്ന്, അത്രമേൽ അറബി സാഹിത്യം അറിയുന്ന ആളുകളായിരുന്നു അവർ. സപ്തമഹാകാവ്യങ്ങൾ, സബഉൽ മുഅല്ലഖാത്ത്, ഈ 7 കാവ്യങ്ങളും കഅബയുടെ കില്ലയിൽ കെട്ടിത്തൂക്കി അതിനെ, ഈ സാഹിത്യ രേഖയെ അവർ ആദരിച്ചിരുന്നു. ഓരോ ഗോത്രങ്ങളും തങ്ങളുടെ ഫഖറും മഹ്മിയും നടിച്ചിരുന്നത് ഇങ്ങനെയുള്ള കവികളിലൂടെയൊക്കെയായിരുന്നാണ് അറബികളുടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരോടാ പറയുന്നത്, അറബി അറിയാത്തവരോടല്ല. ഈ കാലഘട്ടത്തിലും ആ വെല്ലുവിളി പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണെന്നോ, ഇന്നും അറബി മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഈ ഭാഷയിൽ നൈപുണ്യവും അറിവും കൂടുതലുള്ളത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കാണ്. അറബി ഭാഷയിൽ നോബൽ സമ്മാനങ്ങൾ നേടുന്നത്, അറബി സാഹിത്യത്തിൽ നോബൽ സമ്മാനങ്ങൾ നേടുന്നത് മുസ്ലിങ്ങളല്ല, അന്യമതസ്ഥരായ ആളുകളാണ്, ക്രിസ്ത്യാനികളായ സാഹിത്യകാരന്മാരാണ്. അറബി ഭാഷയിലുള്ള ഒരു പദത്തിൻ്റെ അർത്ഥം നമ്മൾ നോക്കാൻ വേണ്ടി അറബിയിലുള്ള ഒരു നിഘണ്ടു നോക്കണമെങ്കിൽ അൽ മുൻജിദ് എന്ന നിഘണ്ടു അത് തയ്യാറാക്കിയിട്ടുള്ള ഒരു മുസ്ലിമല്ല, ഒരു അമുസ്ലിമായ ആളുകൾ ആണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിംകളിലേക്കാൾ കൂടുതൽ അറബിയിൽ വിൽപ്പത്തിയും പാണ്ഡിത്യവും അവഗാഹവും ഉള്ളത് ഇതിന്റെ ശത്രുക്കളായ ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ആ കാലഘട്ടത്തെ പോലെ വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി പ്രസക്തമാകുന്നത്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നമ്മൾ പറഞ്ഞല്ലോ, ചെറിയൊരു സൂറത്തിൽ, ഒരു സൂറയെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഗംഭീരമായി കൊണ്ടാണ് അതിൻ്റെ ഓരോ അക്ഷരങ്ങളെയും കോർവയായി ചേർത്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ പദവിന്യാസങ്ങൾ, അതിൻ്റെ വാചക ഘടകങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇത് തന്നെ പരിശോധന വിധേയമാക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ നമ്മൾ കൊത്തിവെച്ചിട്ടുള്ള ഒരു സൂറയാണ്. സൂറത്തുൽ കൗസർ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഏറ്റവും ചെറിയ സൂറയാണ് നമ്മൾ ആദ്യം കാണാതെ പഠിക്കുന്നത്. അത് നോക്കൂ, അതിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഓരോ ആയത്തുകളിലും 10ന്റെ അത്ഭുതകരമായ 10 എന്ന അക്കത്തിന്റെ 10 അത്ഭുതകരമായ അവസ്ഥകളെ അവൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്നതാണ്. ഒന്നാമത്തേത്, ഓരോ ആയത്തിലും 10 അക്ഷരങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കോർത്തിണക്കിയിട്ടുള്ളത്. രണ്ടാമത്തേത്, ഈ സൂറയിൽ 10 കലിമത്തുകളാണ് ഓരോ അതിൻ്റെ വാക്കുകളായി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തേത്, ഈ സൂറയിൽ ഏറ്റവും ആവർത്തിച്ച് വന്നിട്ടുള്ള അക്ഷരമാണ് അലിഫ് എന്ന അക്ഷരം. അത് 10 തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയിൽ ഒരുമിച്ച് കൂട്ടി അവൻ അതിനെ കോർത്തിണക്കിയിട്ടുള്ളത്. ഇനി അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളിൽ ആവർത്തനമില്ലാത്ത വന്ന അക്ഷരങ്ങൾ ഈ സൂറയിൽ ആകെ 10 എണ്ണമാണ്. ഇത് നോക്കൂ നിങ്ങൾ, 3 ആയത്തുകളും എടുത്ത് പരിശോധിച്ചാൽ ഇതെല്ലാം റാ എന്ന അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. റാ എന്ന അക്ഷരത്തിലാണിത് അവസാനിക്കുന്നത്. എന്നാൽ അറബി ഭാഷയിലെ അലിഫ് ബ ത സ നമ്മൾ എണ്ണുമ്പോൾ 10ാമത്തെ അക്ഷരമാണ് റാ എന്ന അക്ഷരം. ഇങ്ങനെയൊക്കെ ഒരു സൂറ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അതിനെ ഒരുക്കി സംവിധാനിച്ച് ഘടിപ്പിച്ച് അതിൻ്റെ അക്ഷരവിന്യാസങ്ങളിലുള്ള മഹാത്ഭുതങ്ങളെ കുറിച്ചാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. മാത്രമല്ല 114 സൂറകളിൽ റാ കൊണ്ട് അവസാനിക്കുന്ന 10 സൂറകളാണ് വിശുദ്ധ ഖുർആനിൽ ആകെയുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. റാ കൊണ്ട് അവസാനിക്കുന്ന 10ാമത്തെ സൂറയാണ് സൂറത്തുൽ കൗസർ എന്നുള്ളതും ഖുർആനിന്റെ ആയത്തുകളും അതിൻ്റെ സൂറകളും അതിൻ്റെ അക്ഷരങ്ങളും പദങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്ന അത്ഭുതമാണ്.
ഒമ്പതാമത്തെ കാര്യം, ഈ സൂറയുടെ പ്രമേയം അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ബലിദാനം ചെയ്യുന്നതാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നഹറിനെ കുറിച്ച്, യൗമുൻ നഹർ എന്നാണ് ദുൽഹജ്ജ് 10-നാണ്. ദുൽഹജ്ജ് 10-നാണ് മുസ്ലിങ്ങൾ ബലി അറുക്കുന്നത്. അതും ഈ സൂറയുടെ തന്നെ ഒരു വിശേഷണമായി നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെയാണ് സൂറ ഹൂദ് അതിന്റെ 1-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയത് അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. അല്ലാഹുവിന്റെ ഈ ഗ്രന്ഥം ഉഹ്കിമത് ആയാതുഹു, അതിന്റെ ഓരോ ആയത്തുകളും സുഭദ്രമാക്കപ്പെട്ടതാകുന്നു. സുമ്മ ഫുസ്സിലത്, പിന്നീട് അതെല്ലാം തന്നെ വിശദമാക്കപ്പെട്ടതാകുന്നു എന്നതാണ്. അതിന്റെ ഓരോ പദങ്ങളും അക്ഷരങ്ങളും ഉഹ്കിമത്, അത് സുഭദ്രമാക്കപ്പെട്ടതാകുന്നു. ഖുർആനിന്റെ ഏതെങ്കിലും ഒരായത്തിൽ നിന്ന്, ഒരു കലിമത്തിൽ നിന്ന് ഒരു അക്ഷരത്തെ പുറത്തെടുത്താൽ അതറിയുമെന്നർത്ഥം. ഇതിനെ തൊട്ടുകളിക്കാൻ ആർക്കും കഴിയില്ല. അറബി ഭാഷയിൽ മണിക്കൂറുകളോളം സംസാരിക്കുന്ന ആളുകളുണ്ടാകും. അറബി ഭാഷയിൽ പ്രബന്ധം എഴുതുന്ന ആളുകളുണ്ടാകും. അറബി ഭാഷയിൽ നല്ല വിൽപ്പത്തി നേടിയ നല്ല ഭാഷാ പടുക്കളും പണ്ഡിതന്മാരും ഉണ്ടാകും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥം 3 വാക്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ് അള്ളാഹുവിന്റെ വെല്ലുവിളി. ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആനിന്റെ കാര്യങ്ങളെ നമ്മൾ പഠിക്കേണ്ടത് എന്നാണ്. ഓരോരോ കാര്യങ്ങളും അങ്ങനെ നമുക്കെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ പദവിന്യാസങ്ങളിൽ പോലും അത്ഭുതമുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇൻസാൻ, മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 65 തവണയാണെങ്കിൽ ജിന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും 65 തവണയാണ്. ശൈത്താനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 88 തവണയാണെങ്കിൽ മലക്കിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത് 88 തവണയാണ്. ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചെഴുതി വെച്ചിങ്ങനെ വരികയില്ല. 23 വർഷ കാലഘട്ടത്തിനുള്ളിൽ അവതീർണമായ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് സന്ദർഭാനുസരണം ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേന അവതരിപ്പിച്ചതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാം വിശേഷപ്പെട്ടതാണ്, ഷറഫാക്കപ്പെട്ടതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അത് അവതീർണമായത്. പ്രവാചകൻ അംബിയാക്കളിൽ സയ്യിദുൽ അംബിയ, ഇമാമുൽ അംബിയ, അഷ്റഫുൽ ഖൽഖ് എന്നൊക്കെ പറയാവുന്ന പ്രവാചക ശ്രേഷ്ഠൻ. കൊണ്ടുവരുന്നതോ ജിബ്രീൽ അലൈഹിസ്സലാം, സയ്യിദുൽ മലായിക, മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ഇത് അവതീർണമായ മാസമോ സയ്യിദുൽ ശുഹൂർ, 12 മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആനിൽ ഒറ്റത്തവണ പേരെടുത്ത് പറഞ്ഞ വിശുദ്ധ റമദാൻ മാസമാണിത്. ഇത് അവതീർണമായതോ അനുഗ്രഹീതമായ ലൈലത്തിലാണ്. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ഇത്രമേൽ അനുഗ്രഹീതമായ ഈ ദിവ്യ ഗ്രന്ഥത്തെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഓരോരോ കാര്യങ്ങളും ഹയാ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത് 145 തവണയാണെങ്കിൽ നമ്മുടെ മരണം, മൗത്ത് എന്ന പരാമർശവും 145 തവണയുണ്ട്. റജുൽ, പുരുഷൻ എന്ന പദം 24 തവണയാണെങ്കിൽ സ്ത്രീ, ഇംറഅ എന്ന പദം 24 തവണയുണ്ട്. ദുനിയ എന്ന പദം 115 തവണയുണ്ടെങ്കിൽ ആഖിറ എന്ന പദം 115 തവണയുണ്ട്. മുസ്ലിം എന്ന പദം 41 തവണയുണ്ടെങ്കിൽ മുസ്ലിമത്ത് എന്ന പദം 41 തവണയുണ്ട്. ഇങ്ങനെ വളരെ കൃത്യമായി ഭദ്രമായി ഉഹ്കിമത് ആയാതുഹു, ഇത് പൊളിക്കാൻ ആർക്കും കഴിയില്ല. ഇത് ദൈവികമാണ്. ഇതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇത് മൂസാ നബി അലൈഹി സ്വലാമയുടെ ജനതക്ക് ആ കാലഘട്ടത്തിൽ മൂസാ അലൈഹി സ്വലാമക്ക് കിട്ടിയ വടി പോലെ ഉള്ള അനുഗ്രഹം അത് അതോടുകൂടി അവസാനിച്ചെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ ദിവ്യ ഗ്രന്ഥത്തിന്റെ ഇഴ്ജാസ്, അതിന്റെ അമാനുഷികത, അതിന്റെ ദിവ്യത്വം, അതിന്റെ മഹാത്മ്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സഹോദരങ്ങളെ. നമ്മൾ അതിന്റെ വില അറിയണ്ടേ? ഈ ഒരു സൂറയെ കുറിച്ച് ഇങ്ങനെ ഇതിലധികം ഇനിയും പറയാനുണ്ട്. എത്രമേൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഖുർആനിനെ നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർക്കണം. അത് നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും വേണം. അത് പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ, പാരായണം ചെയ്താണ് അത് തുടങ്ങുന്നത്. ഖുർആൻ പഠിക്കുന്നത് പാരായണം ചെയ്തുകൊണ്ടാണ്. അതിന്റെ ഓരോ അക്ഷരങ്ങളുടെയും പ്രതിഫലത്തെ കുറിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. അക്ഷരങ്ങളുടെ പ്രതിഫലം നോക്കൂ നിങ്ങൾ, അതിലൊക്കെ ദൈവികതയുണ്ട് എന്നാണ്
അതിൻ്റെ ഗവേഷണങ്ങളിലൂടെ, അതിൻ്റെ ഗഹനമായ തദബ്ബുറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഓരോ അക്ഷരങ്ങളെയും പദങ്ങളെയും ആയത്തുകളെയും സൂറകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥത്തിൽ വിന്യസിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, അത് നിങ്ങൾ പഠിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിന്റെ സൂക്തങ്ങളെ നിങ്ങൾ ഗഹനമായി ആലോചിക്കുന്നില്ലേ എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 23 വർഷ കാലഘട്ടത്തിനുള്ളിൽ പ്രവാചകൻ അവതീർണമായ ഈ സൂക്തങ്ങളിൽ, ഈ അത്യന്താധുനിക കാലഘട്ടത്തിലും നോക്കൂ നിങ്ങൾ, ഇത് AI കാലഘട്ടമാണ്. മനുഷ്യന്റെ ശാസ്ത്രവും സാങ്കേതികതയും ടെക്നോളജിയും സയൻസുമൊക്കെ ഏറ്റവും ഉയർന്ന കാലം. ഈ സെഞ്ചുറിയെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇത് വിജ്ഞാനത്തിന്റെ നൂറ്റാണ്ട് എന്നതാണ്, അറിവ് നേടുന്ന നൂറ്റാണ്ടാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ അറിവ് നേടേണ്ടത് എന്തിൽ നിന്നാണെന്നോ? അറിവുകളുടെ പ്രഭവ കേന്ദ്രമായ വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അത് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ലോകത്തിന്, ഈ ഖുർആനിന്റെ വാഹകരായ നമ്മളാണ്. അറിവിന്റെ നൂറ്റാണ്ടിന്, അറിവിന്റെ ഏറ്റവും വലിയ അക്ഷയഖനിയായി, അതിന്റെ ഉറവയായി, പ്രഭവ കേന്ദ്രമായി ഇതാ ഒരത്ഭുതം നിങ്ങളുടെ കയ്യിൽ, വിശുദ്ധ ഖുർആൻ. ഇതിനെ നമ്മൾ പരിചയപ്പെടുത്തണം, ഇത് നമ്മൾ മറ്റുള്ളവർക്ക് പകർത്തണം എന്ന് കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. മാത്രമല്ല, ഇത് പഠിച്ച് പകർത്തി പാരായണം ചെയ്ത് നമ്മൾ അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ എത്തുന്നതിനെ കുറിച്ചാണ് റസൂല് പറഞ്ഞത്. ഇഖ്റഉൽ ഖുർആൻ, ഖുർആനിനെ നിങ്ങൾ വായിക്കണം. ഖറഅ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? കേവലമായൊരു പാരായണമല്ല, നേരെ മറിച്ച് ആശയങ്ങൾ കൃത്യമായി ഗ്രഹിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടുള്ള പാരായണമാണ്. ഖറഅ യഖ്റഉ ഖിറാഅതൻ വഖുർആനൻ എന്നുള്ളത് വായന എന്നാണ്. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം വായന എന്നാണ്. ആശയങ്ങളെയും അർത്ഥത്തെയും ഗ്രഹിച്ചുകൊണ്ടുള്ള വായന. അങ്ങനെയുള്ള വായന നിങ്ങൾ തുടർത്താൻ വേണ്ടിയാണ്. ആകാശം ഭൂമിയോട് സംസാരിച്ച ഒന്നാമത്തെ വാക്യം എന്താണെന്നോ? ഇഖ്റ, വായിക്കൂ എന്നാണ്. ആകാശം ഭൂമിയോട് സംസാരിച്ച ഒന്നാമത്തെ വഹീന്റെ സന്ദേശം വായിക്കൂ എന്നതാണ്. ഈ ആധുനിക നൂറ്റാണ്ട് തെരഞ്ഞെടുത്ത വിജ്ഞാനത്തിന്റെ ഈ കാലഘട്ടത്തിലും നമുക്ക് വായനയിലൂടെ അല്ലാതെ മനുഷ്യൻ അറിവ് ലഭിക്കുകയില്ല. എങ്ങനെയുള്ള കേവല വായനയല്ല, ആശയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടുള്ള വായന. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് ഇഖ്റഉൽ ഖുർആൻ, ഇങ്ങനെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്താൽ ഫഇനഹു യഅതി യൗമൽ ഖിയാമ, ആ ഖുർആൻ ശഫീഅൻ ലി അസ്ഹാബിഹി, ഇങ്ങനെ പാരായണം ചെയ്ത വ്യക്തികൾക്ക് ശുപാർശ പറഞ്ഞുകൊണ്ട് നാളെ പരലോകത്ത് ഖുർആൻ വരുമെന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ റമളാൻ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠനത്തിനും പാരായണത്തിനും വേണ്ടി നാം ഉപയോഗപ്പെടുത്തണം, സമയം നീക്കിവെക്കണം. ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ കാര്യം ഞാൻ നിങ്ങളെ ഉണർത്തിയിരുന്നു. അല്ലെങ്കിലോ ഈ മാസം നമുക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്ന ഒരവസ്ഥയുണ്ടാകും. റമളാനിന്റെ രാപ്പകലുകൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥയുണ്ടാകണം. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമായി കൊണ്ടാണ് ഖുർആൻ ഇത് എടുത്തു പറയുന്നത്. വഖാല റസൂൽ, തിരുദൂതൻ അന്ന് പറയും, എന്റെ റബ്ബേ, എന്റെ ജനത ഈ ഖുർആനിനെ ഇത്തഖദൂന സ്വീകരിച്ചിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഞങ്ങളും ഖുർആന്റെ ആൾക്കാരാന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ട്. ഇത്തഖദൂ ഹാദൽ ഖുർആൻ, എങ്ങനെയാണ് അവർ സ്വീകരിച്ചത്? മഹ്ജൂറ, ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട്. അതിന്റെ ആശയങ്ങൾ, അതിന്റെ സന്ദേശങ്ങൾ, അതിന്റെ ഉത്ബോധനങ്ങൾ, അതിന്റെ കൽപ്പനകൾ, അതിന്റെ വിധികൾ, അതിന്റെ വിലക്കുകൾ ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് ഞങ്ങളും ഖുർആനിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്വീകരണമായിരുന്നു. റബ്ബേ, എന്റെ ജനത എന്റെ ഗ്രന്ഥത്തെ ഈ ഖുർആനിനെ സ്വീകരിച്ചിരുന്നത് എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ പരാതിപ്പെടുന്ന വിഭാഗത്തിൽ ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ ഉൾപ്പെട്ടു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم
ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് നമുക്ക് പറ്റുന്ന പിശകിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങൾ നമുക്കിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കാണാൻ കഴിയും. ബദർ ദിനം റമദാനിലെ 17-നാണ് നടന്നത്. നമുക്കൊക്കെ അറിയാം. നമ്മുടെ നാട്ടിൽ ഇപ്പം ഇങ്ങനെ ബദരീങ്ങൾ ആണ്ട് നടക്കുന്ന കാലമാണ്. ഖുർആനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം തൗഹീദിൻ്റെ സന്ദേശമാണ്. ഖുർആനിൻ്റെ 3-1 പറയുന്നത് ഏകനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അവനെ മാത്രം വിളിച്ചു തേടണം, നിങ്ങളുടെ നേർച്ചകളും വഴിപാടുകളും എല്ലാം നിങ്ങൾ അവന് മാത്രം സമർപ്പിക്കണം. മരിച്ചുപോയ മഹാത്മാക്കൾക്കോ അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ നിങ്ങളുടെ ആരാധനയെ, നിങ്ങളുടെ ഭക്തിയെ നിങ്ങൾ വിഭജിച്ചു കൊടുക്കരുത്. എന്നാൽ ഇന്ന് നോക്കൂ, ഖുർആൻ ഓതുന്ന ആളുകൾ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ, അത് പാരായണം ചെയ്ത് തറാവീഹും ഖിയാമുൽ ലൈലും നമസ്കരിക്കുന്ന ആളുകൾ തന്നെ അവർ ഈ ബദരീങ്ങളുടെ പേരിൽ ബലിയറുത്തുകൊണ്ട് അവർ അന്നദാനം നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ വേളയിൽ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലൻ തുഅബദ ഫിൽ അർളി അബദ. അവർ 313 പേരേ ഉള്ളൂ ആകെ. അപ്പുറത്താണെങ്കിൽ എല്ലാവിധ സർവ ആയുധ വിഭൂഷിതരായിക്കൊണ്ട് സന്നാഹങ്ങളോടുകൂടി വലിയ ഒരു സൈന്യമാണ് മുസ്ലിങ്ങളെ എതിർക്കാൻ വരുന്നത്. പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ അതിജയിക്കാമെന്ന പാഠമാണ് ബദർ നമുക്ക് നൽകുന്ന പാഠം. അതേപോലെ തന്നെ ഇല്ലായ്മകളിൽ നിന്ന് എങ്ങനെ ശക്തി സംഭരിക്കാം. 313 ആൾക്കാരാണ് ആയിരക്കണക്കിന് ആൾക്കാരെ നേരിടുന്നത്. അതാണ് ശരിക്ക് ബദർ നമുക്ക് നൽകുന്ന പാഠം. വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് എത്രയും വലിയ വമ്പനെയും തകർക്കാം എന്ന പാഠമാണ് ബദറിന്റെ പാഠം. കം മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅത്തൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സന്നാഹങ്ങളുള്ള സംഘങ്ങളെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി പരാജയപ്പെടുത്തി തകർത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ബദറിന്റെ സന്ദേശം അതാണ്. മർദ്ദകരായ ആ ജനത അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവേ, ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിക്കരുത്. റസൂലിൻ്റെ പ്രാർത്ഥനയാണ്. ഈ സംഘം നശിച്ചാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ഈ ഭൂമുഖത്തുണ്ടാവുകയില്ല. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലൻ തുഅബദ ഫിൽ അർളി അബദ. നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വേരറ്റ് പോകാൻ അത് കാരണമാകും. റസൂലിൻ്റെ പ്രാർത്ഥന, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തി സഹായം തേടി, നിങ്ങളുടെ റബ്ബ് ഉത്തരം നൽകി. ഇന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തുടരെ നിങ്ങൾക്ക് അയച്ചു തരുന്ന ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് നിങ്ങളെ ഞാൻ സഹായിക്കും. അള്ളാഹുവിൻ്റെ ആ സഹായം ലഭിച്ച ദിവസമാണ് ശരിക്കും ബദർ ദിവസം. അതിൽ മരിച്ചവരാണ് ബദരീങ്ങളായ ആളുകൾ, അതിൽ പങ്കെടുത്തവരാണ് ബദരീങ്ങൾ. എന്നാൽ മരിച്ച ആളുകൾ വളരെ കുറച്ചുള്ളൂ. ബദർ യുദ്ധത്തിൽ ഷഹീദായ ആളുകൾ മുഹാജിറുകളിൽ 8 പേരും അൻസാറുകളിൽ നിന്ന് 8 പേരും മുഹാജിറുകളിൽ നിന്ന് 6 പേരും, ആകെ 14 പേരാണ് ബദർ യുദ്ധത്തിൽ ഷഹീദായത്. 313 പേരാണ് ബദരീങ്ങൾ, ബദർ യുദ്ധത്തിന് സാക്ഷികളായ ആളുകൾ. അവർ എന്തിനു വേണ്ടി നിലകൊണ്ടു? തൗഹീദിന് വേണ്ടി, ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ ബലിയെറുക്കാൻ പാടുള്ളൂ എന്ന ഇസ്ലാമിക അധ്യാപനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഇന്ന് അവരുടെ പേരിലാണ് നമ്മൾ മൃഗബലി നടത്തുന്നത്. നോക്കൂ നിങ്ങൾ, നേർച്ച എന്നുള്ളൊരു ഇബാദത്താണ്. മൃഗബലി നടത്തേണ്ടത് അള്ളാഹുവിൻ്റെ പേരിലാണ്. ഇതൊക്കെ നേർച്ചയാക്കുന്നതും അതേപോലെ തന്നെ അറവ് നിർവഹിക്കുന്നതുമൊക്കെ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പഴച്ചു പോവുകയാണ്. ലക്ഷ്യത്തിൽ നിന്ന് പിഴച്ചു പോയാൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ഉമ്മത്തിനും യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ ജീവിച്ച് അങ്ങനെ മുസ്ലിങ്ങളായി മരിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമുക്കറിയാം പശ്ചിമേഷ്യയിൽ അശാന്തി ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവിനെ വളരെ നിഷ്ഠൂരമായി വധിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ വരെ അവിടെ ഉണ്ടായി.
ഇവിടെയുള്ള അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രായേൽ സൈനിസവും കൂടിച്ചേർന്നുകൊണ്ട് ഇവിടെ അശാന്തി പടർത്താനുള്ള നിരന്തരമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്തും എന്തൊരു പൊട്ടലും ചീറ്റലും സംഘട്ടനവും ഉണ്ടാവുകയാണെങ്കിലും അത് നമ്മുടെയൊക്കെ അടുക്കളയിലെ ചട്ടിയിൽ പ്രതിധ്വനിക്കുന്ന ബാധിക്കുന്ന ഒരു നവലോകക്രമത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നാട്ടിൽ നമ്മുടെയൊക്കെ പ്രവാസികളായ സഹോദരങ്ങളുണ്ട്. വിഷമം അനുഭവിക്കാതെ കഴിഞ്ഞുകൂടാനുള്ള പ്രാർത്ഥനകൾ നമ്മിൽ നിന്നുണ്ടാകണം. അങ്ങനെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ അശാന്തിയും ഈ യുദ്ധാവസ്ഥയും ഒക്കെ മാറിക്കിട്ടാൻ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവേ, പശ്ചിമേഷ്യയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അനുഭവപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളും നീ നീക്കേണമേ തമ്പുരാനെ. സത്യത്തെ നീ വിജയിപ്പിക്കുകയും അതിന് നിൻ്റെ എല്ലാവിധ സഹായങ്ങളും നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ തെറ്റുകളിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെ മനുഷ്യരാണ്, തെറ്റുകൾ വന്നു പോകുന്നവരാണ്. നിൻ്റെ കാരുണ്യം കൊണ്ട് ഫضل കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിൽ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ഞങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും നീ എളുപ്പമാക്കി കൊടുക്കണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.